കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തയ്യാറാക്കിയെടുക്കാം. തേങ്ങയൊന്നും അരച്ച് സമയം കളയണ്ട. വയറിനൊക്കെ നല്ല സുഖം തരുന്ന, നല്ല കുളിർമ കിട്ടുന്ന ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. തൈര് ചേർത്താണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. ഈ ചൊരക്ക വെച്ചാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ചൊരക്ക പരിപ്പിലിട്ടും തോരനും പല രീതിയിലും നമ്മൾ വെക്കാറുണ്ട്. തേങ്ങയൊക്കെ അരച്ചൊക്കെ വെക്കാറുണ്ട്. എന്നാൽ ഇതേപോലെ ഇളയ ചൊരക്ക കഷ്ണം നമ്മളെ കയ്യിലുണ്ട് വെച്ചാൽ ഉടനെ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ നോട്ടിഫിക്കേഷൻ കുറേ പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോയിൽ പറയുന്നത്. ചെയ്യാത്തവർക്കൊക്കെ ഒന്ന് ചെയ്തു വെച്ചേക്കണേ. കൂടെ ഹൈപ്പും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും. ആദ്യം ആവശ്യത്തിനുള്ള ചൊരക്ക കഷ്ണം തോലൊക്കെ കളഞ്ഞ് ഉൾഭാഗത്തെ എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം. വലുതായിട്ടോ ചെറുതായിട്ടോ അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം കേട്ടോ. ഇത് നല്ല ഇളയതായതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത്. ഇതേപോലെ തോല് കളഞ്ഞ് കഴുകിയത് കൊണ്ട് തന്നെ ഇനിയും കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലോ കടായിലോ എന്തിൽ വേണമെങ്കിലും ഇട്ടിട്ട് വേണം വേവിക്കാൻ. എന്നാൽ നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. പിടിക്കുമ്പോൾ ഇങ്ങനെ ഉടയുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. കുറച്ച് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. പാകത്തിന് വെള്ളമൊഴിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കഷ്ണങ്ങളങ്ങനെ വെന്ത് ഉടഞ്ഞ് കുറുകാത്തത് കൊണ്ട് തന്നെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഞാൻ വേവിച്ചു ഒരു ബൗളിലേക്ക് മാറ്റി. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചേർക്കേണ്ടത് ഇതേപോലെ ഒന്ന് തണുത്തിട്ട് ചേർത്താൽ മതി. അതുകൊണ്ടാണ് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയത്. നന്നായിട്ട് വെന്തു ഒന്ന് പ്രസ് ചെയ്താൽ ഉടയുന്ന രീതിയിൽ. ഇനി വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്തത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് വെള്ളം പോലെ ഒന്നും ആക്കണ്ട. ഇനി നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങളൊന്ന് തണിഞ്ഞതിന് ശേഷം ഈ തൈര് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പുളിയൊക്കെ ഈ കഷ്ണത്തിലേക്ക് പിടിക്കട്ടെ. ആ പച്ചമുളകിൻ്റെ എരിവും തൈരും എല്ലാ ടേസ്റ്റും അതിലേക്ക് പിടിച്ച് വരണം കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങ് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചേക്കണം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു നുള്ള് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. അതും കൂടി ഒന്ന് പൊട്ടി വന്നാൽ മതി. കരിയാതെ. ഈ ഫ്ലേവർ നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. ഈ കറിക്ക് രുചി കൂട്ടുന്നതാണ്. പിന്നെ പതിവ് പോലെ തന്നെ വറ്റൽമുളകും ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വന്നാൽ മതി. ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു നുള്ളു മുളക് പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആ എണ്ണയോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഇളക്കി ഒരല്പസമയം കഴിഞ്ഞ് നോക്കൂ. സൂപ്പറാണ്.